എടാ അങ്ങനത്തെ സബും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ നമ്മുടെ ക്യാപ്റ്റൻ്റെ വണ്ടിയുടെ ലൈറ്റ് വർക്കിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു സൈഡ് സ്കർട്ട് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ലിപ്പ് ടോപ്പ് ലൈറ്റ് അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. പിന്നെ നമ്മളുടെ സ്റ്റിക്കർ വർക്കിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇനി കാണാനായിട്ട് പോകുന്നത് നമ്മളുടെ ഈ ഒരു വണ്ടിക്കകത്തെ ലൈറ്റ് വർക്കുകളാണ്. അതായത് നമ്മൾ സംഗീതം ഇപ്പോൾ നിലവിൽ ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ കവറും അതുപോലെ തന്നെ നമ്മളുടെ ക്യാബിനും അതുപോലെ തന്നെ നമ്മളുടെ ക്യാബിനിൽ വരുന്ന ആ ഒരു സ്പീക്കറിൻ്റെ കവറും മാത്രമാണ് സെറ്റ് ചെയ്ത് വിടുന്നത്. ബാക്കി വർക്കുകളെല്ലാം നമ്മളുടെ ബ്ലൂ മൂൺ സ്റ്റുഡിയോയിൽ നിന്ന് കണ്ണനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ കവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മളുടെ സ്പീക്കറുകളുടെ എല്ലാം കവറുകളിൽ ലൈറ്റ് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറമെയാണ് ഈ ഒരു വർക്ക് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വർക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അത് ഫുള്ള് പിക്സൽ വർക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഹെവി വർക്ക് തന്നെയാണ് ഈ വണ്ടിക്കകത്ത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു പഞ്ച് ബോക്സും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അയിലും ബിരിച്ചേട്ടനും കൂടി ചേർന്നിട്ട് ആ ഒരു പഞ്ച് ബോക്സിനകത്ത് ആ ഒരു സ്ക്രൂ എല്ലാം അടിച്ച് ടൈറ്റ് ചെയ്ത് സെറ്റാക്കുവാണ്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു കവർ അതിനകത്ത് കയറി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട് കാണാം. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് കുറച്ചും താഴ്ത്തി കാണിക്കാം. കാരണം വണ്ടിയുടെ അകത്ത് വെട്ടമിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര എടുത്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എക്സ്പോഷർ ഒന്ന് താഴ്ത്തി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ലുക്ക്. നല്ല രസമുണ്ട്. ഇത് പല പാറ്റേണുകളിൽ കത്തുന്ന ആ ഒരു പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സന്ദീപാണ് അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. നമുക്ക് പല പാറ്റേണിൽ ഇതിങ്ങനെ മാറി കത്തുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു കളർ തീമും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത്, അതായത് നമ്മളുടെ എഡിഷൻ നെയിം എന്ന് പറയുന്നത് ലോക്കി എന്നാണ്. അപ്പോൾ ആ ലോക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് അതിന് മാച്ചിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ല നമുക്ക് മൾട്ടി കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പഞ്ച് ബോക്സിൻ്റെ ആ ഒരു മേളിലൊട്ടിച്ചിരുന്ന ആ ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതും കൂടി ഇളക്കി കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു ബ്ലാക്കിനകത്ത് ഈ ഒരു കളർ ലൈറ്റുകൾ അങ്ങനെ കത്ത് നിൽക്കുന്ന കാണാനായിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഓരോരോ പേപ്പറുകളായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റുന്ന കത്തെല്ലാം ഇരിക്കുവാണ്. അത് ഇളക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഈ കാണുന്നതാണ്. അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഒരു ക്യാബിനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീക്കറിലെ അപ്പോൾ ആ ഒരു സ്പീക്കറിൻ്റെ കവറുകൾ അതിനകത്തോട്ട് സ്ക്രൂ ചെയ്ത് നമ്മൾ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു കവറും കാര്യങ്ങളെല്ലാം വന്നതാണ്. പക്ഷേ അതിൻ്റെ സൈസ് വ്യത്യാസമായിരുന്നു. നമ്മൾ തിരിച്ചുവിട്ടിട്ട് വീണ്ടും രണ്ടാമത് ചെയ്യിപ്പിച്ചതാണ് ഈ ഒരു കവർ. അപ്പോൾ ആ ഒരു കവറും ഇതിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിൻചേട്ടൻ അതെല്ലാം സ്ക്രൂ ചെയ്ത് അവിടെ ഉറപ്പിക്കുവാണ്, ബിൻചേട്ടൻ്റെ അകിലും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് ഓറഞ്ച് തീമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കവറും കൂടിയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ലുക്കായിരിക്കും. ഓൾറെഡി ലൈറ്റും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയും ഒരു ഫൈനൽ ഔട്ട് കാണാനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ കംപ്ലീറ്റ് ക്രൂവും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു ഫൈനൽ ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് നമ്മൾ വെളിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരകത്ത് ലൈറ്റെല്ലാം ഇട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫൈനൽ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും അകത്ത് കയറിയിട്ട് ഇതെല്ലാം ഒന്ന് ഒരുമിച്ച് ഇട്ട് കാണാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി അകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ ആ ഒരു ക്യാബിൻ സ്പീക്കർ ആദ്യം കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു യെല്ലോയിഷ് ഓറഞ്ച് തീം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ക്യാബിൻ സ്പീക്കർ കാണാനായിട്ട്. ഇതേ സെയിം തീം തന്നെയാണ് നമ്മളുടെ ആ ഒരു സ്പീക്കറുകളുടെയും കവർ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടുത്തതായിട്ട് നമ്മളുടെ ആ ഒരു ക്യാബിൻ്റെ താഴത്തെ പോർഷൻ കയറാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ലൈറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആകിൽ ഇവിടെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് താഴത്തെയും മുകളിലത്തെയും 2 പീസുകളായിട്ടാണ് കേട്ടോ ഈ ഒരു ക്യാബിൻ വരുന്നത്. അപ്പോൾ അത് താഴത്തെ പീസിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓൾറെഡി ചെക്ക് ചെയ്താണ്, ലൈറ്റെല്ലാം കത്തുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കിനി അടുത്ത രണ്ടാമത്തെ പീസും കൂടി കൊടുക്കണം. അപ്പോൾ അത് ആ രണ്ടാമത്തെ പീസ് എടുക്കാനായിട്ട് ബിൻചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസും കൂടി കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാബിൻ്റെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ നിളക്കിയാൽ മതി. അപ്പോൾ ആ ബിൻചേട്ടൻ ഒരു ക്യാബിൻ എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടിക്കകത്തോട്ട് കയറ്റുവാണ്. ഇനി ഈ ഒരു സാധനം നമുക്ക് അവിടെ ഫിക്സ് ചെയ്യണം. നമ്മൾ താഴത്തെ പീസ് സൈസെല്ലാം കറക്റ്റായിട്ട് അടിച്ച് ഫിറ്റ് ചെയ്ത് നമ്മളിൻ്റെ ആ മുകളിലത്തെ പീസ് ആദ്യം ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കുവാണ് വർക്കിംഗ് ആണോ എന്ന്. അപ്പോൾ അത് ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു സാധനം അവിടെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം വെച്ച് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മളുടെ ആ ഒരു ക്യാബിൻ്റെ പരിപാടിയും ഇവിടെ ഫിനിഷ് ആയിരിക്കുവാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം പിച്ച് കയറി കളയുക. അപ്പോൾ ആ ഒരു പേപ്പർ പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കത്തി നിറഞ്ഞ് നിൽക്കും. അപ്പോൾ ആ ഒരു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് താത്തി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മളുടെ ക്യാപ്റ്റൻ്റെ ഈ ഒരു വണ്ടിയുടെ ലോക്കി എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയുടെ ആ ഒരു ക്യാബിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല എടുപ്പുണ്ട് കേട്ടോ, നല്ല എടുപ്പെന്ന് വെച്ചാൽ നല്ല എടുപ്പുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം പലതരം പ്രോഗ്രാമുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സന്ദീപാണ് എൻ്റെ പ്രോഗ്രാമുകളെല്ലാം സെറ്റ് ചെയ്തത്. പല കളറുകളിലും പല ഫോർമാറ്റുകളിലും നമുക്കിത് മാറി മാറി കത്തും. അങ്ങനെ നമ്മളുടെ സംഗീതയിലെ വർക്കുകളെല്ലാം ഫിനിഷ് ആയിരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മളുടെ കണ്ണൻ്റെ ബ്ലൂ മൂണിലേക്കാണ്. അപ്പോൾ അത് ഇവിടെയാണ് ഈ ഒരു വണ്ടിയുടെ ബാക്കി ലൈറ്റ് വർക്ക് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നിലവിലെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് വണ്ടിക്കകത്തോട്ട് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് സംഗീതം ചെയ്ത് വിട്ട ആ ഒരു ക്യാബിനും കാര്യങ്ങളും എല്ലാം അതങ്ങനെ സെറ്റായിട്ടിരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ അഴിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തിൻ്റെ കുറച്ച് വയറും കാര്യങ്ങളെല്ലാം വലിക്കാനായിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെ നമ്മുടെ അകത്തോട്ട് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എല്ലാം വയറും കാര്യങ്ങളെല്ലാം വലിക്കാനായിട്ട് എല്ലാം ഇങ്ങനെ വലിച്ചിട്ടേക്കുവാണ്. നമ്മൾ ചെയ്തു വിട്ടിരിക്കുന്ന ആ ഒരു സ്പീക്കർ വർക്കുകളും അതുപോലെ തന്നെ ആ ഒരു ക്യാബിൻ വർക്കും ആ ഒരു പഞ്ച് ബോക്സും നിലനിർത്തിക്കൊണ്ട് ബാക്കി കംപ്ലീറ്റ് റൂഫും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ആ ഒരു സൈഡ് ബെർത്തും എല്ലാം ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ആ തൂക്ക് ലൈറ്റുകൾ കയറുന്നുണ്ട്. പിന്നെ ഇവിടെ എ സിയുടെ എല്ലാം കവറും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളുടെ ആ ഒരു എ സിയുടെ ആ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ അടിച്ചു വയ്ക്കുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ആ ബാക്കിലോട്ട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 6 ഹെഡ് ലേസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തൂക്ക് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും തൂക്ക് ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ക്യാബിൻ്റെ റൂഫ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ബെർത്തിലും ഫുള്ള് ലൈറ്റ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും പരിപാടിയാണ് നമ്മളത് ഈ ഒരു സീസണിലേക്ക് ഒരു വണ്ടിക്ക് അത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ ബാക്കി സ്കൂൾ ഓട്ടങ്ങളൊക്കെ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വർക്കുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതായത് നമ്മുടെ സെയ്തുക്കാടെ ചേട്ടനാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നമ്മുടെ കണ്ണൻ്റെ അടുത്ത് ലൈറ്റ് വർക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. അതായത് ഇവിടെയാണ് കണ്ണൻ്റെ ലൈറ്റ് വർക്ക് നടക്കുന്നത്. പുള്ളിക്കാരി ഇവിടെ വെച്ചിട്ടാണ് എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സെയ്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കുടിക്കാനായിട്ട് വെള്ളമൊക്കെ വാങ്ങിച്ചാൽ നടന്നു വരുവാണ് കേട്ടോ. അപ്പോൾ വെളിയിൽ നിന്നിട്ട് എല്ലാവരും സെയ്തുക്കായി ഇങ്ങനെ ചെറിയ രീതിയിൽ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ കണ്ണൻ്റെ ലൈറ്റ് വർക്കിന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 5 to 6 ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഇങ്ങനെ ഫുൾ ടൈം കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനാണ് പ്ലാൻ. ഓൾറെഡി ഓട്ടങ്ങളെല്ലാം കയറി കിടക്കുവാണ് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് ആ കയറി കിടക്കുന്ന ഓട്ടങ്ങൾ എങ്ങനെയെങ്കിലും ഓടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വണ്ടിയുടെ ഫൈനൽ ഔട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകാംക്ഷയോടുകൂടി. അപ്പോൾ നിങ്ങളും അതുപോലെ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഫൈനൽ ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു മെയിൻ ഫ്രണ്ടിലത്തെ നെയിം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ആ ഒരു ക്യാബിൻ്റെ റൂഫ് വരുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു ബെർത്തിൻ്റെ പാനലുകളും എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി 1-2 ലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്കിനി കൊല്ലം വരെ പോകണം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കൊല്ലത്തോട്ട് പോവുകയാണ്. സംഭവം 1-2 മെയിൻ സ്ട്രിപ്പുകളും അതുപോലെ തന്നെ 1-2 ചെറിയ ലൈറ്റ് വർക്കിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാരോടും ഇങ്ങനെ കൊല്ലത്ത് വന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ കുറേശ്ശെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ തിരിച്ചു പോകാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ സെയ്തുക്കാടെ ചേട്ടൻ എന്ന് പറയുന്നത്, കോയക്ക. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല വൈബാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് കണക്ട് ആയി പുള്ളിക്കാരനുമായിട്ട്. അങ്ങനെ നമ്മളുടെ വണ്ടിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ വണ്ടിക്കകത്ത് സ്റ്റിക്കർ വർക്കുകളിൽ 1-2 മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അകത്തേക്ക് നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ഒരു റൂഫും അതുപോലെ തന്നെ ഒരു സൈഡ് പാനലുകളും എല്ലാം കയറിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി നമ്മളുടെ തൂക്ക് പരിപാടികൾ ഇതിനകത്ത് കയറാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിൽ വരുന്ന ആ ഒരു 6 ഹെഡ് ലേസർ ഇനി ഇതിനകത്ത് കയറാനായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ക്യാബിൻ ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ക്യാബിൻ്റെ റൂഫും കൂടി ഇതിനകത്ത് കയറാനായിട്ടുണ്ട്. നമ്മുടെ സെയ്തുക്കാടൻ മോളായിരുന്നു കേട്ടോ അത്. പുള്ളിക്കാരി സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് നമ്മളുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളുടെ വർക്കുകൾ ഇങ്ങനെ ഫിനിഷായി വരുവാണ്. നമ്മളുടെ സ്റ്റിക്കർ വർക്കിൻ്റെ ഡിസൈനുകളെല്ലാം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു എഡിഷൻ നെയിമും കാര്യങ്ങളും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് എഡിഷനും ചേഞ്ച് ചെയ്യുന്നില്ല, എഡിഷൻ നെയിമിൻ്റെ സ്റ്റിക്കർ വർക്കുകൾ നമ്മൾ ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. ബാക്കിൽ ഫ്രണ്ടിൽ വലിയ രീതിയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളുടെ ഡ്രൈവർ ക്യാബിൻ്റെ മുകളിൽ കയറാനായിട്ടുള്ള ആ ഒരു സൈഡ് പീസ് ഉണ്ടല്ലോ, ആ സൈഡ് പീസിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
പിന്നെ അതും കയറിയിട്ടുണ്ട് വണ്ടിക്കകത്ത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് നെയിം ബോർഡും അതുപോലെ തന്നെ നമ്മളുടെ ക്യാബിൻ്റെ റൂഫും കൂടി കയറി കഴിഞ്ഞ സെറ്റാണ്. അപ്പോൾ നമ്മളുടെ ശബരിമലയിലൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ശബരിമലീൻ്റെ വീടിൻ്റെ തൊട്ടടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. കണ്ണൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് ശബരിമലീൻ്റെ വീട്. ഇവിടെ നമ്മളുടെ ഇന്നത്തെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളുടെ ബാക്കിലത്തെ ആ ഒരു നെയിം ബോർഡിൻ്റെ ആ ഒരു ലുക്കാണ് കേട്ടോ ഇത്. അത്യാവശ്യം ലോങ് റണ്ണിങ്ങിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ബാക്കിലത്തെ ഡിസൈൻ എടുത്തറിയുന്ന രീതിയിലുള്ള വർക്കാണ് കണ്ണതിനകത്ത് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ടതാണ്, നല്ല അടിപൊളിയായിട്ട് കണ്ണൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ അപ്ഡേറ്റ്. ഈ ഒരു വണ്ടിയുടെ ഫൈനൽ വീഡിയോയും കാര്യങ്ങളും എല്ലാം 2 ദിവസത്തിനകത്ത് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റയിലും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കി വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അടുത്ത ഫൈനൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.